നമസ്കാരം, എല്ലാവർക്കും സിമീസ് ക്യൂസിനിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് മട്ടൺ ദം കറിയാണ്. നമ്മൾ സാധാരണ ബിരിയാണിയാണ് ദം ചെയ്തെടുക്കാറ്. പക്ഷേ ഇത് നമ്മൾ മട്ടൺ കറി നമ്മൾ ദം ചെയ്തെടുക്കുകയാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന കറിയേക്കാളൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മട്ടൺ ദം കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: മട്ടൺ 1 കിലോ, എല്ലോട് കൂടിയതാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1.5 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉപ്പ്, ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് നീരൊഴിക്കുകയാണ്. കുരു ഒന്നും വരരുത് കേട്ടോ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട മസാലയൊക്കെ തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പം മീഡിയം സവാള ഒരു 3 എണ്ണം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പിടുകയാണ്. അപ്പം നമ്മുടെ ഈ സവാള ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. നമുക്ക് സവാള ഇപ്പോൾ ഒരു ഇളം ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു തക്കാളി അരിഞ്ഞിടാം കേട്ടോ ഇതിലേക്ക്. അപ്പം ഞാൻ ഒരു വലിയ തക്കാളിയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. നമ്മൾ സാധാരണ ഇറച്ചിക്കറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ ഉടച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇത് അത്രയൊന്നും വേണ്ട. നമ്മുടെ ഈ മട്ടൺ ദം കറിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പം നമുക്ക് ഒരല്പം മല്ലിപ്പൊടി കൂടെ ചേർക്കാം. ഇപ്പം നമ്മൾ ഇറച്ചിയിൽ 1.5 ടീസ്പൂൺ ചേർത്തു. ഇവിടെ ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കൂടെ ചേർക്കുകയാണ്. ഒപ്പം 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. പൊടിയെല്ലാം കൂടെ ഇപ്പം നന്നായിട്ടൊന്ന് ഈ തക്കാളിയും സവാളയായിട്ട് ചേരുന്ന രീതിയിൽ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. പൊടിയെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഒരുപാട് അതങ്ങോട്ട് മൂപ്പിച്ചങ്ങ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മട്ടൺ ദം കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അടിയിൽ കട്ടിയുള്ള പാത്രം എടുക്കുക. ഇപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഇറച്ചി ഉണ്ടല്ലോ. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇതൊക്കെ വഴറ്റിയൊക്കെ വന്നപ്പോൾ അരമണിക്കൂറിൽ കൂടുതലായി. അപ്പോൾ എത്രയും നേരം ഇരിക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് മട്ടണിലെല്ലാം പിടിച്ച് നല്ല കറക്റ്റ് പരുവത്തിലായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറച്ചി മുഴുവൻ ഇട്ടു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 2 ടേബിൾ സ്പൂൺ ചതച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ കല്ലിലൊക്കെ വെച്ച് ചതച്ചെടുക്കണം, അതാണ് നല്ലത്. നല്ല പ്രത്യേക ടേസ്റ്റും വരും നമ്മുടെ ഈ കറിക്ക്. ഒരു 5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവ് നോക്കിയിട്ട്, എരിവ് അധികം വേണ്ടാത്തവർക്ക് അളവ് കുറയ്ക്കാം. ഇതുപോലൊരു 3 ഏലക്ക, അത്ര ചെറിയ ഏലക്ക അല്ല, കുറച്ച് വലിയ ഏലക്ക തന്നെയാണ്. ഒരു 2 ഗ്രാമ്പു. ഇപ്പോൾ ഇതുപോലൊരു കഷ്ണം കറുവപ്പട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ചിടാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാളയും തക്കാളിയും പൊടികളെല്ലാം കൂടെ നമ്മളൊന്ന് വഴറ്റി വെച്ചു. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 1/4 കപ്പ് തൈര് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിരിക്കുകയാണ്. സ്പൂണോ ഫോർക്കോ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ചേർക്കുക കേട്ടോ. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതുകൂടെ ഇടുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ സവാള വഴറ്റിയപ്പോൾ 1 ടീസ്പൂൺ ചേർത്താണ്. പക്ഷേ ഈ 1/2 ടീസ്പൂൺ ഇതിൽ ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവർ തരുന്നതാണ് നമ്മുടെ ഈ കറിക്ക്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയം തന്നെ ചേർക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കൂടുതലല്ല കേട്ടോ, വളരെ ആ ഒരു കറക്റ്റ് പരുവാണ്. നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മുടെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. തൈരും പച്ചമുളകും ഗരം മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും
നമ്മൾ മസാല കുറച്ച് വഴറ്റിയെടുത്തു. നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇതിൻ്റെ എല്ലാം കൂടെ നല്ല മണമാണ് കേട്ടോ വരുന്നത്, നല്ല കുത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ മസാല എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തെടുക്കണം. ഈ എണ്ണയും എല്ലാം കൂടെ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചാൽ മതി, ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട, സാധാരണ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. മസാല നമ്മൾ തയ്യാറാക്കിയില്ലേ, അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെ നമ്മൾ ടോട്ടൽ 1.5 കപ്പ് വെള്ളം, ഇറച്ചിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മട്ടൻ്റെ മുകളിൽ വരെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒഴിക്കുക, എന്നാലേ കറക്റ്റ് ആ ദമ്മിലിരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണം ഇറച്ചി. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടണം. ഇനി നമ്മൾ ഇടയ്ക്ക് ഓപ്പൺ ചെയ്യാനോ ഒന്നും പോകുന്നില്ല, നമ്മളിത് സീൽ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തോണം. അപ്പോൾ അതുകൊണ്ട് ഈ കറക്റ്റ് വെള്ളം തന്നെ ഒഴിക്കണം. ഒരല്പം മൈദ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് സൈഡിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതിപ്പോൾ മുഴുവനും ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടപ്പ് വെച്ച് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് സീൽ ചെയ്ത് നല്ല ഒട്ടും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് വയ്ക്കുക. ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഈ ഗ്ലാസിൻ്റെ, അത് ആവശ്യമാണ്. കാരണം നമ്മൾ പ്രഷർ കൊടുക്കുന്ന പോലെ നിന്ന് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഈ മട്ടൺ. അപ്പോൾ ഇപ്പം നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമ്മൾ നന്നായിട്ടിത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. നമ്മുടെ ലോയുടെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്ക് നിൽക്കണം, അത്രയും മതി കേട്ടോ ചൂട്. അപ്പോൾ ആ ചൂട് ലെവലായിരിക്കണം, ഒരേപോലെ നിൽക്കണം. എങ്കിലേ എല്ലാ ഭാഗത്തെയും മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത്. നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കുന്നില്ല, നമ്മളിതിങ്ങനെ സീൽ ചെയ്ത് വെക്കുന്നതുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മട്ടൻ ദം കറി അവിടെ നിന്ന് നന്നായിട്ട് റെഡിയായി വരട്ടെ. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം ഈ നല്ല സോഫ്റ്റ് ചപ്പാത്തി മട്ടൻ ദം കറിയാണ്. നമുക്ക് ഈ ഒരു സമയത്ത് 2-3 നല്ല സോഫ്റ്റ് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് തിളച്ചു തുടങ്ങുന്നുണ്ട്, ആവി വരുന്നുണ്ടോ, അതുപോലെ നല്ല ശക്തിയിലാണ് ആവി വരുന്നത്. അപ്പോൾ ഈ പ്രഷറെല്ലാം കൂടെ നിന്ന് നന്നായിട്ട് നമ്മുടെ ഈ മട്ടൺ നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മുടെ കറിയെല്ലാം ദമ്മിലിരുന്ന് നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ദം ഒന്ന് പൊട്ടിച്ച് കറി എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു സമയത്താണ് ഒരല്പം കറിവേപ്പില ചേർക്കുന്നത്. നമ്മൾ ആദ്യം ചേർക്കുമ്പോൾ ആ കറിവേപ്പിലയൊക്കെ അങ്ങ് കറുത്ത് പോകും. അപ്പോൾ ഈ ഒരു സമയം ചേർത്ത് അതിൻ്റെ ആ ഫ്ലേവർ നിൽക്കുകയും ചെയ്യും, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു സമയത്തും കറിവേപ്പില ഇട്ടാൽ. അപ്പോൾ ഞാനൊരു 2 തണ്ട് കറിവേപ്പില ഇടുകയാണ്. 2 തണ്ട് കറിവേപ്പില ചേർത്തപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചെയ്താലും നമുക്ക് ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അതാണ് ഈ മട്ടൺ ദം കറിയുടെ പ്രത്യേകത. വളരെ രുചികരമായ കറിയാണ്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ മട്ടൺ ദം കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. വളരെ രുചികരമായ കറിയാണ്. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.